ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻസിനോട് റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ നിങ്ങൾ ഉറപ്പായിട്ടും എന്നോട് പറയണം. അപ്പം പരമാവധി ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് പോകാനായിട്ട് നോക്കാം. കാരണം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത്. ക്ലാസ് ചെയ്യിപ്പിക്കുമ്പം തന്നെ നിങ്ങൾ ചെയ്ത് പോകാനായിട്ട് നോക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് sorry, there's a problem in pen. Find the voltage across RT. നമ്മൾ ക്ലാസ്സിൽ ചെയ്യിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലം തന്നെ പ്രീവിയസ് ഇയർ നെറ്റിന് അല്ലെങ്കിൽ ജാമിന് അല്ലെങ്കിൽ ഗേറ്റിനൊക്കെ ചോദിച്ച പ്രോബ്ലംസാണ്. സോ നിങ്ങളത് മാക്സിമം നിങ്ങൾ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ദിസ് ഈസ് യുവർ പ്രോബ്ലം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് ആർ ടി. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് ദിസ് ആർ ടി. ആർ ടിക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കാണും. ഓക്കെ, എങ്ങനെ ഇതിൻ്റെ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും? ഇതെന്ത് ആംപ്ലിഫയർ ആണ്? ഈ ആംപ്ലിഫയർ എന്ത് ആംപ്ലിഫയർ ആണ്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ് ഇതെന്ത് ആംപ്ലിഫയർ ആണെന്ന്. ഇൻവെർട്ടിംഗ് ആണോ, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണോ, എന്ത് ആംപ്ലിഫയർ ആണ്? വെരി ഗുഡ്, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. സോ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആകുമ്പോൾ അതിൻ്റെ ഗെയിൻ എന്താണ്? ഗെയിൻ ഈസ് നത്തിങ് ബട്ട് 1 പ്ലസ് പറഞ്ഞു 1 പ്ലസ് ആർ എഫ് ബൈ ആർ വൺ. ഇവിടെ ആർ എഫിൻ്റെ സ്ഥാനത്ത് ആർ ടി ആണ്. സോ ജസ്റ്റ് ആർ ടി ബൈ ആർ വൺ എന്നിടുവാണ്. വേറെ ആർ ടി ഈസ് 139. സോ 139 divided by 100. So this is 1.39. This is 1. That is 2.39. This is output voltage. This is gain. കാരണം ഇൻപുട്ട് വോൾട്ടേജ് 1 വോൾട്ടേജ് ആയാണ്. സോ ഞാനത് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തു. ദിസ് ഇസ് ഗെയിൻ ആൻഡ് വാട്ട് ഈസ് V0? V0 ഈസ് ഈക്വൽ ടു ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ്. That is gain is 2.39 into 1 voltage. So you will get output voltage as plus 2.39 voltage. ഇത് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആയതാണ് നമുക്ക് പ്ലസ് 2.39 വോൾട്ട് പ്ലസ് 1 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയത്. ഓക്കെ, സോ നമ്മളോട് പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാനല്ല, വോൾട്ടേജ് അക്രോസ് ആർ ടി കാണാനാണ്. വോൾട്ടേജ് അക്രോസ് ആർ ടി എന്താണ്? V0 മൈനസ് VT ആണ് വോൾട്ടേജ് അക്രോസ് ആർ ടി. സോ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് ആർ ടി? എന്തായിരിക്കും വോൾട്ടേജ് അക്രോസ് ആർ ടി? എത്ര വോൾട്ടേജ് ആയിരിക്കും? V0 2.39 ആണെന്ന് കിട്ടി. VT എത്ര വോൾട്ടേജ് ആണ്? വാട്ട് ഈസ് VT?
ആരെങ്കിലും ഒന്ന് പറഞ്ഞ് VT എത്ര വോൾട്ടേജ് ആയിരിക്കും? VT 1 വോൾട്ടേജ് ആയിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ് VT 1 വോൾട്ടേജ് ആയത്? നമ്മൾ ആദ്യമേ പറഞ്ഞു വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് അല്ലെങ്കിൽ വെർച്വൽ ഇൻപുട്ട് സിഗ്നൽ കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. ഓപ്പറേഷൻ ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ ആണെങ്കിൽ അതിന് 2 ഗോൾഡൻ റൂളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർച്വൽ സിഗ്നൽ കൺസെപ്റ്റ് ആയിരിക്കും. വെർച്വൽ സിഗ്നൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് തന്നെയായിരിക്കും ഇൻവെർട്ടിംഗ് ഇൻപുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ്. ആൻഡ് ഓപ്പാം ഡ്രോസ് നോ കറണ്ട് എന്നാണ് പറയുന്നത് 2 ഗോൾഡൻ റൂൾസ്. അപ്പം ഈ വോൾട്ടേജ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് തന്നെയാണ് ഇവിടെ വേറെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പം ഈ വോൾട്ടേജ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ദിസ് വോൾട്ടേജ് വിൽ ബി ഹിയർ. സോ ദാറ്റ് മീൻസ് VT ഈസ് 1 വോൾട്ടേജ്. ഓക്കെ, സോ വോൾട്ടേജ് അക്രോസ് RT ഈസ് 1.39 വോൾട്ടേജ്. ഐഡിയ ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് VT 1 വോൾട്ടേജ് ആണ് ആയതെന്ന് മനസ്സിലായോ? ഈ വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെ കിട്ടുക. ക്ലിയർ ആണോ? ഐഡിയ ക്ലിയർ ആണോ? ഐഡിയ മാത്രമാണ് ഈ പ്രോബ്ലത്തിനകത്ത് ഇതായിട്ടുള്ളൂ, മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമായിട്ടുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ദർ ഈസ് അനദർ പ്രോബ്ലം. You to find output voltage V0. ഞാനിത് പെട്ടെന്ന് ചെയ്യുന്ന മാക്സിമം പ്രോബ്ലം ചെയ്യിക്കാനാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ഐഡിയ കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുക. സോ ദിസ് ഇസ് നെക്സ്റ്റ് പ്രോബ്ലം. ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ ഇത്രയും നേരം റെസിസ്റ്റർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് റെസിസ്റ്റർ വി ക്യാൻ ഹാവ് കപ്പാസിറ്റേഴ്സ്. All the capacitor having a capacitance C, and here it is V0, and here it is V1 sin omega t, and here it is V2 sin omega t. So the input voltages are V1 sin omega t and V2 sin omega t. You have to find out the output voltage. Okay, ഇതെങ്ങനെ കാണാനായിട്ട് പറ്റും? ഇതെങ്ങനെ കാണാൻ പറ്റുക? What is the current through the capacitor? കപ്പാസിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, കറണ്ട് IC ആണെന്ന് വിചാരിക്കുക. കൺസിഡർ VC ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ VC ആണെന്ന് വിചാരിക്കുക. വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ? IC ഈസ് നത്തിങ് ബട്ട് IC ഈസ് പ്രൊപ്പോർഷണൽ ടു dV/dt. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജിന് പ്രൊപ്പോർഷണലാണ് കറണ്ട് എന്ന് പറയുന്നത്. ആൻഡ് IC ഈസ് നത്തിങ് ബട്ട് C/dV/dt, where C is the constant known as the capacitance. Okay, ഇത് നമ്മൾ ബേസിക് സ്കൂൾ ലെവലിൽ പഠിക്കുന്ന ഒരു ഫോർമുലയാണ്. കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഫ്രീക്വൻ്റ് ആയിട്ടാണ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നത് അത്രമാത്രം കറണ്ട് അതിലൂടെ പോകുന്നതാണ്. ഇറ്റ്സ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ നമ്മളൊരു ഫ്രീക്വൻസി കൂടിയ സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ട് വളരെ കൂടുതലായിരിക്കും. ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ കപ്പിൾ ചെയ്തുകൊണ്ടും കപ്പാസിറ്റർ. ദാറ്റ് മീൻസ് ഇഫ് വി ഹാവിങ് എ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഈസ് കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ വിൽ ബി വെരി ഹൈ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ കപ്പാസിറ്റർ വിൽ അലൗ ടു ഫ്ലോ ഹൈ ഫ്രീക്വൻസി കറണ്ട്. ഹൈ ഫ്രീക്വൻസി കറണ്ടിനെ അലൗ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെയുള്ള കറണ്ട് വളരെ കൂടുതലായിരിക്കും. വെൻ ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് വെരി ഹയർ. അതായത് ഇൻപുട്ട് ഫ്രീക്വൻസി വളരെ ഹയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജസ് ഈസ് വെരി ഹയർ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു C/dV/dt. ഓക്കെ, സോ വി നോ ദാറ്റ് ദിസ് ഈസ് ദ ഇക്വേഷൻ. ദെൻ വി ക്യാൻ അപ്ലൈ Kirchhoff current law at this node. Then we can say that what is Kirchhoff current law? The algebraic sum of current meeting at a junction is 0. Okay, that means the algebraic sum of current, this current, input current രണ്ട് current ആണുള്ളത്. This current and this is the output current. So
this current plus this current plus this current, algebraic sum of these three currents will be 0. So from that we will get the output voltage. Okay, so how we can be say, how we can make the equation? Consider this is the node VA. From this point of view, we know that VA is 0. Okay, anyway, we can make the equation. How we can make the equation? So apply KCL at VA. We will get C d by dt of what we can say voltage across this capacitor. What is the voltage across this capacitor? C d by dt of VA minus V1 sin omega t. Okay, ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് VA മൈനസ് V1 sin omega t ആണ്. ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് VA മൈനസ് V2 sin omega t ആണ്. ഇതിനെ ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ VA മൈനസ് V0 ആണ്. Okay, so we can be write the equation as VA minus V1 sin omega t plus C d by dt of VA minus V2 sin omega t plus C d by dt of VA minus V0 equal to 0. This is the equation 1. Hope this equation is clear. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്. ക്ലിയർ ആയോ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ? Okay, then we can easily find out the solution. Put VA is equal to 0. VA is equal to 0 because positive ground 0 കൊടുത്തിരിക്കുകയാണ്. So that VA should be also 0. So you will get from this you will get C minus C d by dt of V1 sin omega t plus, so if I am not taking minus C common, C d by dt of minus V2 sin omega t is equal to C d by dt of V0. Okay, clear. Minus C d by dt of V0 ആയിരുന്നു, അത് 0യുടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ C d by dt of V0. Okay, so from that you can take the C d by dt as common, so you will get V0 is nothing but minus V1 sin omega t plus minus V2 sin omega t. These two frequencies are same, so we can be say that minus V1 plus V2 sin omega t. So this will be the answer. Okay, ഇതിനകത്ത് ആകെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ you can apply Kirchhoff current law in this node, so you will get the answer, output voltage. Okay, fine. Hope this is clear. This answer is clear. Okay, fine. Okay, so ഞാൻ ക്ലാസ്സിൻ്റെ ഓപ്പറേഷൻ ആംപ്ലിഫയർ ക്ലാസ്സിൻ്റെ ഇനീഷ്യലി പറഞ്ഞു. ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത് സം ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ സം ബേസിക് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, വോൾട്ടേജുകളുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. നമ്മൾ സാധാരണ മാത്തമാറ്റിക്സിൽ നമ്മൾ നമ്പേഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് വോൾട്ടേജ് ആയിട്ട്, അനലോഗ് വോൾട്ടേജസ് ആയിട്ടായിരിക്കും കൊടുക്കുക. അനലോഗ് വോൾട്ടേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വേരിയിങ് ആയിട്ടുള്ള വോൾട്ടേജാണ്. ടൈമിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്ന വോൾട്ടേജസ് ആണ്. അതാണ് ഇൻപുട്ടിൽ കൊടുക്കുന്നത്. അതിനെ നമുക്ക് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു, സബ്സ്ട്രാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ലോഗരിതം കാണാം, ആൻഡ് ലോഗരിതം കാണാം. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയറാണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. നമ്മൾ സർക്യൂട്ട് ഡിസൈനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആംപ്ലിഫയറാണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ, ബിക്കോസ് ഇറ്റ്സ് ഗെയിൻ ഈസ് ഓൾസോ വെരി മച്ച് ഹൈ. Okay, and also we can be utilize this operation amplifier in different application like integration, differentiation and all other mathematical operation. So
how we can make an op-amp as differentiator. Op-amp as differentiator. Differentiator ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, സിമ്പിളാണ് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ഡിഫറൻഷിയേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ. സോ consider this is grounded, so this non-inverting terminal is grounded, and I am applying input to the inverting terminal and through a capacitor. So this is the circuit, and this is R and this is C. Okay, consider, take this point as node VA and apply KCL at node CA. What will you get? What you will get? Current through the capacitor is nothing but C d by dt of VA minus VE. Okay, that is this current plus what will be this current is nothing but VA minus V0 divided by R equal to 0. This is equation 1. Okay, hope this equation is clear. This is nothing but the algebraic sum of current meeting at junction is 0. What is the current through the capacitor? That is the proportional to the rate of change of voltage across this capacitor. What is the difference between this capacitor? VA minus V is the voltage difference between the capacitor. So we can be write this equation C d by dt of VA minus V. Put VA is 0. You can put VA is 0. Is 0. Then what will we get? So minus of C d by dt of V in plus minus V0 divided by R is equal to 0. We can, so the V0 by R is equal to minus C d by dt of V. Okay, and nothing but this V0 is equal to minus RC d by dt of V, where minus RC is the constant, is a constant because we are not changing the resistance and capacitance value, we are only changing the input voltage. Okay, resistor and capacitor value is keeping as a constant. So in this circuit this minus RC is constant. So what is V0? V0 is proportional to d by dt of V. What is d by dt? Is the derivative of V. Okay, so you can say it like that. So output voltage is the derivative function of the input voltage. Okay, so if we given a capacitor as the input of a inverting amplifier, then we will get the output voltage is a differential form of the input voltage. Okay, clear ano? Okay, then if I am applying a sinusoidal wave to this circuit, you will get a cosinusoidal wave, because we know that sine the differential form എന്ന് പറയുന്നത് cosine ആണ്. Okay, if I am applying a square wave, what will you get? നിങ്ങൾക്ക് കഴിഞ്ഞ 2019 എനിക്ക് തോന്നുന്നു 2018 ഡിസംബറിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ഈ ഇങ്ങനൊരു സർക്യൂട്ട് തന്നിട്ട്, ഒരു ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് തന്നിട്ട് സ്ക്വയർ ഇൻപുട്ടാണ് കൊടുത്തതെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് എന്നാണ് ചോദിച്ചത്. ഇഫ് ഐ എം അപ്ലൈയിങ് എ സ്ക്വയർ വേവ് ഇൻപുട്ട്, വി വിൽ ഗെറ്റ് എ സ്പൈക്സ് ഔട്ട്പുട്ട്. എങ്ങനെയാണ് സ്പൈക്സ് ഔട്ട്പുട്ട് കിട്ടുന്നത്? ഞാൻ ജസ്റ്റ് പറയാം എങ്ങനെയാണ് സ്പൈക്സ് കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു സ്ക്വയർ വേവ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ സ്ക്വയർ വേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഞാനത് വരയ്ക്കാം. Consider input of differentiator.
consider I am applying as V in as here like this. Okay, and I just also draw the circuit. R C B. Okay, so സ്ക്വയർ വേവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് കൊടുക്കുകയാണ്. ഇവിടെ ഒരു സഡൻ ചേഞ്ച് കൊടുക്കുകയാണ്. കപ്പാസിറ്റർ എന്താണ് ചെയ്യുക? കപ്പാസിറ്റർ വിൽ അലോ ടു ഫ്ലോ എ സഡൻ ചേഞ്ച്. കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് സഡൻ ചേഞ്ച്, ഫ്രീക്വൻസി എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യുമോ അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിൻ്റെ കറണ്ട്, അതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് അല്ലേ. കറണ്ട് എന്ന് പറയാം, കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ ഈസ് നത്തിങ് ബട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെയുള്ള കറണ്ട് കൂടും. ഈ ഇൻപുട്ടിലൂടെയുള്ള കറണ്ട് കൂടി കഴിഞ്ഞാലോ ഔട്ട്പുട്ട് കൂടും. Hope this is clear. So output is nothing but, here the output is nothing but minus R into I in തന്നെയാണ്. കാരണം ഈ കറണ്ട് I എന്ന് പറയുന്നത് IC, ഇതിലൂടെ പോകുന്ന കറണ്ട് തന്നെയാണ് ഇതിലൂടെയും പോകുന്നത്. ഇങ്ങോട്ടേക്ക് കറണ്ടൊന്നും ഫ്ലോ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഈ കറണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് നത്തിങ് ബട്ട് ഇവിടെ 0 വോൾട്ടേജാണ്. സോ മൈനസ് R ഇൻറ്റു I in തന്നെയാണ് അല്ലേ. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആറിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജാണ്. സോ ആറിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I തന്നെയാണ് പോകുന്നത്. സോ ഇതിലൂടെയുള്ള കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കൂടുമെന്നറിയാം. ഇതിലൂടെയുള്ള ഔട്ട്പുട്ട് കൂടുന്നത് എപ്പോഴാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് വരുമ്പോഴാണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് എപ്പോഴാണ് വരുന്നത്? ഈ ഇൻസ്റ്റൻറ്റിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് വരുന്നുണ്ട്, കാരണം ഇൻപുട്ടിൽ ഇവിടെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. സോ വാട്ട് വിൽ ഗെറ്റ്? സോ ദ ഔട്ട്പുട്ട് എനിക്ക് സഡനായിട്ട് അന്നേരം എനിക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് മാക്സിമം. ആൻഡ് ദെൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ എന്താണ് പിന്നെ കാണുന്നത്? ഒരു DC വോൾട്ടേജ് പോലെ, ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് പോലെയാണ് വരുന്നത്. അപ്പോൾ DC വോൾട്ടേജ് ആയി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? ഔട്ട്പുട്ടിൽ ഈ കറണ്ട്, ഈ IC എന്ന് പറയുന്നത് ഏറ്റവും മിനിമം IC goes to 0 when if I am applying a DC voltage at the input of the capacitor, the current through the capacitor will become 0 because the current is proportional to rate of change of voltage. Here the rate of change of voltage is 0 for DC voltage അല്ല. DC വോൾട്ടേജും റേറ്റ് ഓഫ് ചേഞ്ച് ഇല്ല. സോ ഇത് സഡൻലി ആയിട്ട് ഇത് 0യിലേക്ക് പോകും. സഡൻലി ഡ്രോപ്പ് 0. ആൻഡ് ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് 0യിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കപ്പാസിറ്റൻസ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. എത്രമാത്രം ഇതിനകത്ത് ചാർജ് സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പെട്ടെന്ന് ചാർജ് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റർ ആണെങ്കിൽ, കപ്പാസിറ്റൻസ് തീരെ കുറഞ്ഞ ഒരു കപ്പാസിറ്റർ ആണെങ്കിൽ ഇത് സഡനായിട്ട് ഇത് 0യിലേക്ക് പോകും. ആൻഡ് ഇറ്റ് വിൽ ബി ഡിപ്പെൻസിങ് അപ്പോൺ ദിസ് കപ്പാസിറ്റർ വാല്യൂ ആൻഡ് ഇറ്റ് റിമെയിൻസ് ഇൻ ദ 0 വാല്യൂ. 0 വാല്യൂ ഡിമെയിൻസ് ചെയ്യും. അപ്പോൾ അത് ഇവിടെ നെക്സ്റ്റ് റേറ്റ് ഓഫ് ചേഞ്ച് വന്നു. അപ്പോൾ ആ റേറ്റ് ഓഫ് ചേഞ്ച് വരുമ്പോൾ കപ്പാസിറ്റർ അലൗ ചെയ്യും ലാർജ് കറണ്ട് സ്റ്റാർട്ട് ടു ഫ്ലോ ആവാനായിട്ട് ഇത് ചെയ്യും. സോ ഇറ്റ് വിൽ ബി റീച്ചിങ് ദ മൈനസ് മാക്സിമം വാല്യൂ ഓഫ് V0. ദിസ് ഈസ് ദ പോസിറ്റീവ് വാല്യൂ. ദെൻ അത് കഴിയുമ്പോൾ എന്താണ്? ഒരു മൈനസ് DC വോൾട്ടേജ് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. മൈനസ് DC വോൾട്ടേജിനെ കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ കപ്പാസിറ്ററിലൂടെ കറണ്ട് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഇൻപുട്ട് കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങും, 0യിലേക്ക് എത്തും. ഇവിടെ വരുമ്പോഴോ നെക്സ്റ്റ് റേറ്റ് ഓഫ് ചേഞ്ച് വരും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. സോ ദിസ് ടൈപ്പ് വേവ് ഫോം, ഈ ടൈപ്പ് വേവ് ഫോമിനെയാണ് നമ്മൾ സ്പൈക്സ് എന്ന് പറയുന്നത്. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. അപ്പോൾ നമ്മളൊരു സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞാൽ സ്പൈക്സ് കിട്ടും. നമ്മളൊരു സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൊസൈനസോയിഡൽ വേവ് ആണ് കിട്ടുക. കൊസൈനസോയിഡൽ വേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ സൈനിൻ്റെ ഡിഫറൻഷ്യൽ ഫോം നമുക്ക് കൊസൈനസോയിഡൽ വേവ് ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള വേവ് ആയിരിക്കും കിട്ടുന്നത് സൈനസോയിഡൽ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് എന്താണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിൽ നിങ്ങൾക്ക് 2 തവണയും ചോദിച്ചത് ഇൻപുട്ടിൽ ഒരു സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ ഡിഫറൻഷ്യേറ്ററിൻ്റെ ഇൻപുട്ടിൽ ഒരു സ്ക്വയർ വേവ് ആണെങ്കിൽ ഔട്ട്പുട്ടിൽ എന്ത് വേവ് ആണെന്ന്. കാരണം എന്നിട്ട് കുറച്ച് വേവ് ഫോമാണ് തന്നായിരുന്നു. ഒരു സ്ക്വയർ വേവ് കൊടുത്തിട്ട് ട്രയാങ്കുലർ തന്നുണ്ടായിരുന്നു, സ്പൈക്സ് തന്നുണ്ടായിരുന്നു, ഒരു സൈനസോയിഡലും കൊസൈനസോയിഡലും വേവ് ഒക്കെ ആയിരുന്നു ഓപ്ഷനായിട്ട് തന്നായിരുന്നത്. ഓക്കെ, ഫൈൻ.
Then we can also use op-amp as integrator ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡിഫറൻഷ്യേറ്റർ ആയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടു. op-amp can be also used as an integrator. How to use op-amp as an integrator? So that this is the op-amp, and here it is also the positive terminal is grounded. So here output നമ്മൾ capacitor ആണ് വയ്ക്കുന്നത്. V0 C R, here it is V, and let this point is taken as VA. Okay, VA is 0 because of the virtual ground. Here it is 0, so VA is also 0, and apply KCL at VA. If we apply KCL at VA, then what will happen? VA minus V in divided by R plus VA, so the current through the capacitor is nothing but C d by dt of VA minus V0 is equal to 0. So this is the equation, and here I am applying VA as 0, so minus V in divided by R plus minus RC, sorry, what is minus RC? Minus C d by dt of V0 is equal to 0. Okay, so I just moving this equation, C d by dt of V0 is equal to minus V in divided by R, and d by dt of V0 is nothing but minus 1 by RC into V in. Okay, so this is the equation, and if I am integrating both sides, then V0 is d by dt integral V0 is equal to integral 1 by RC V. So this integral and differentiation is cancelled, so you will get V0, and RC value is a constant, so it can be taken this as a outside, so this is minus infinity to infinity, or we can say that 0 to t or something like that, whatever the limit you can apply. Okay, fine. So this is nothing but where 1 by RC is a constant, so V0 is proportional to integration of minus infinity to infinity V in dt. That means the output voltage is an integral form of the input voltage, where minus 1 by RC is a constant. Okay, hope this is clear. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു സൈനസോയിഡൽ വേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് കോസൈനസോയിഡൽ വേവ് കിട്ടും, ഓർ കൊസൈൻ വേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈൻ വേവ് കിട്ടും. ഓക്കെ, ആൻഡ് ഓൾസോ ഇഫ് ഐ ആം അപ്ലൈങ് എ സ്ക്വയർ വേവ്, വാട്ട് വിൽ ഹാപ്പൻ? സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് എ ട്രയാങ്കുലർ വേവ്. ഓക്കെ, നമുക്ക് ഒരു ട്രയാങ്കുലർ വേവ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ട്രയാങ്കുലർ വേവ് കിട്ടാൻ പോകുന്നത്? നമ്മളൊരു ആർ സി ഇൻ്റഗ്രേറ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ദിസ് ഈസ് ആൻ ആർ സി ഇൻ്റഗ്രേറ്റർ, സിമ്പിൾ ആർ സി ഇൻ്റഗ്രേറ്റർ, ആർ സി V0. ഇതൊരു സിമ്പിൾ ആർ സി ഇൻ്റഗ്രേറ്ററാണ്, ഓപ്പറേഷൻ ആംപ്ലിഫയർ ഒന്നും ഇല്ലാത്ത ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? എന്നിട്ട് നമ്മളൊരു സ്ക്വയർ വേവ് ആണ് കൊടുക്കുന്നത്. ഒരു ഇൻ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്? സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയാങ്കുലർ കിട്ടുന്നതെന്നാണ് ഞാൻ പറയുന്നത്. സോ കൺസിഡർ ഐ ആം അപ്ലൈങ് എ സ്ക്വയർ വേവ്. സോ എന്താ സംഭവിക്കുക? ഇനീഷ്യലി
നമുക്ക് ഇവിടെ Vin എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, കാരണം എന്താണ്, ഇവിടെ 0 വോൾട്ടേജ് ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജ് ആണ്. ദെൻ ഐ ആം അപ്ലൈയിങ് സഡൻ ചേഞ്ച് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്ലസ് VM. ഇനീഷ്യലി പ്ലസ് VMലേക്ക് ടോഗിൾ ചെയ്തു. അപ്പോൾ എന്താണ്, കപ്പാസിറ്റർ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജാണ്. ഓക്കെ, ഹിയർ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് നത്തിങ് ബട്ട് കപ്പാസിറ്റർ വോൾട്ടേജ്. കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ പറ്റും, കപ്പാസിറ്റർ സഡൻലി ചാർജ് ചെയ്യാനായിട്ട് നോക്കും. മാക്സിമം വോൾട്ടേജ് Vinലേക്ക് ചാർജ് ചെയ്യാനായിട്ട് നോക്കും. ഇറ്റ് വിൽ ബി ചാർജ് അപ് ടു ദിസ് വാല്യൂ. ഓക്കെ, മാക്സിമം ഇൻപുട്ട് വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യാനായിട്ട് നോക്കും. സോ ഇത് മാക്സിമം ചാർജ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ദെൻ ഇവിടെ എത്തി. ദെൻ എന്താണ് ഇവിടെ സംഭവിച്ചത്, സഡനായിട്ട് ഇത് ഡിസ്ചാർജ് ചെയ്ത് -VMലേക്ക് എത്തി. ഇൻപുട്ട് വോൾട്ടേജ് -VMലേക്ക് എത്തി. ബട്ട് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഇപ്പോഴും ഈ +VM എന്ന് പറഞ്ഞ ചാർജ് നിൽക്കുന്നുണ്ട്. ഓക്കെ, സഡനായിട്ട് ഇൻപുട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും സഡനായിട്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യില്ല. കാരണം എന്താ, കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് +VM വോൾട്ടേജ് തന്നെ ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നത്, ഇനി -VM ആക്കി ഇനി കപ്പാസിറ്റർ അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് -VMലേക്ക് ചാർജ് ചെയ്യാനായിട്ട് നോക്കും. ഇറ്റ് വിൽ ബി ചാർജ് -VMലേക്ക് ചാർജ് ചെയ്യാനായിട്ട് നോക്കും. ദെൻ അഗെയിൻ -VMൽ നിൽക്കും. ദെൻ നെക്സ്റ്റ് സൈക്കിൾ വരുമ്പോൾ +VMലേക്ക് ദെൻ ഇത് കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ. നമ്മൾ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത് കാരണം നമുക്ക് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്രയാങ്കുലർ വേവ് ആയിട്ടാണ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ്റഗ്രേറ്ററിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ ട്രയാങ്കുലർ വേവ്. ട്രയാങ്കുലർ ആയിട്ടാണ് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ സൈനസോയിഡൽ വേവ് ആണ് കൊടുക്കുന്നത്, മൈനസ് കൊസൈനസോയിഡൽ വേവ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് ഇനിയിപ്പം നമ്മൾ ഡിഫറൻഷ്യേറ്ററിലായിരുന്നു സ്ക്വയർ വേവ് കൊടുക്കുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് എ സ്പൈക്സ്. ഓക്കെ, ഹോപ്പ് ദിസ് ഐഡിയ ഈസ് ക്ലിയർ ടു യു. അപ്പം എങ്ങനെയാണ് ഇത് വേവ് കിട്ടുന്നതെന്ന് നിങ്ങൾക്കൊരു ജനറൽ പിക്ചർ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ലൈക്ക് ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷ്യേറ്റർ എന്ന് പറയുന്നത് ഒരു ലോ പാസ് ഫിൽറ്റർ ആൻഡ് ഹൈ പാസ് ഫിൽറ്റർ ആണ്. ഇൻ്റഗ്രേറ്റർ ക്യാൻ ബി ആക്ട് ആസ് എ ലോ പാസ് ഫിൽറ്റർ ആൻഡ് ഡിഫറൻഷ്യേറ്റർ ക്യാൻ ബി ആക്ട് ആസ് എ ഹൈ പാസ് ഫിൽറ്റർ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒരു RC ഇൻ്റഗ്രേറ്ററാണ് ഇവിടെ വരച്ചത്. ഇത് ജസ്റ്റ് ഒരു RC ഇൻ്റഗ്രേറ്റർ എങ്ങനെയാണ് ലോ പാസ് ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫൈൻ. അതിനു മുമ്പ് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫിൽറ്റർ സർക്യൂട്ടാണ് ഉള്ളതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ് ഫിൽറ്റർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിൽ ഫിൽറ്റർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്? നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്ന ഫിൽറ്റർ എന്ന് പറയുന്നത് ലോ പാസ് ഫിൽറ്ററാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. കാരണം നമുക്കറിയാം ഈ ഹൈ ഫ്രീക്വൻസി കോമ്പണൻസ് ഒക്കെ നോയിസാണ്. ഓക്കെ, അപ്പാർട്ട് ഫ്രം അവർ സിഗ്നൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ നമ്മളൊരു ഓപ്പൺ എയർ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ സാധാരണ ഇപ്പോൾ നടത്തുന്നതെല്ലാം. നമുക്കറിയാം മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷനും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ ഓപ്പൺ അറ്റ്മോസ്ഫിയറിൽ കൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ലോഡ്സ് ഓഫ് നോയിസ് ആയിട്ടുള്ള സിഗ്നൽസ് ഉണ്ട്. അപ്പോൾ ആ നോയിസ് ആയിട്ടുള്ള സിഗ്നൽസിനെല്ലാം ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള സിഗ്നൽസാണ്. നമ്മൾ അപ്പാർട്ട് ഫ്രം അവർ മെസ്സേജ് സിഗ്നൽ ദീസ് നോയിസ് സിഗ്നൽസ് ആർ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. അപ്പോൾ ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നലുമായിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആക്ച്വലായിട്ടുള്ള മെസ്സേജ് സിഗ്നൽ ഡെസ്റ്റിനേഷൻ സെൻറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക, ഡെസ്റ്റിനേഷൻ സെൻറ്ററിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഈ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള നോയിസും നമ്മുടെ മെസ്സേജ് സിഗ്നലായിരിക്കും. അപ്പോൾ ഈ ഹൈ ഫ്രീക്വൻസി നോയിസിനെ നമ്മൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ആക്ച്വൽ മെസ്സേജ് സിഗ്നലുമായിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ലോ പാസ് ഫിൽറ്ററിലൂടെ ഇൻപുട്ട് സെഷനിൽ തന്നെ, റിസീവറിൻ്റെ ഇൻപുട്ട് സെഷനിൽ തന്നെ നമ്മൾ ലോ പാസ് ഫിൽറ്റർ കണക്ട് ചെയ്യും. ആ ലോ പാസ് ഫിൽറ്റർ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള നോയിസ് കോമ്പണൻസിനെല്ലാം കളഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് സിഗ്നൽ മാത്രം കിട്ടാൻ പാകത്തിനായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 100% എന്ന് തന്നെ പറയാം കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഫിൽറ്ററാണ് ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഹാവ് ലോ പാസ് ഫിൽറ്റർ സർക്യൂട്ടിൽ പഠിക്കുമ്പോൾ ലോ പാസ് ഫിൽറ്റർ ഉണ്ട്. ദെൻ വി ക്യാൻ ഹാവ് ഹൈ പാസ് ഫിൽറ്റർ. ഓക്കെ, ഹൈ പാസ് ഫിൽറ്റർ നമ്മൾ സം ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്.
ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടാകും. ആ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് മേളിലുള്ള ഫ്രീക്വൻസിനെ മാത്രമാണ് കടത്തി വിടുകയുള്ളൂ. അതായത് ഹൈ ഫ്രീക്വൻസി കോമ്പണൻറ്റിന് മാത്രമാണ് കടത്തി വിടുകയുള്ളൂ. ലോ ഫ്രീക്വൻസി കോമ്പണൻസിനെ അത് അലോ ചെയ്യില്ല. വിച്ച് വിൽ നോട്ട് അലോ ടു ഫ്ലോ ലോ ഫ്രീക്വൻസി സിഗ്നൽ. ദാറ്റ് ഈസ് എ ഹൈ പാസ് ഫിൽറ്റർ. അതിൻ്റെ വേണ്ടി തന്നെയുണ്ട് എന്താണ് ഫിൽറ്ററിന്. ദെൻ വി ക്യാൻ ഹാവ് എ ബാൻഡ് പാസ് ഫിൽറ്റർ. ബാൻഡ് പാസ് ഫിൽറ്റർ ഒരു പർട്ടിക്കുലർ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിനെ മാത്രം അലോ ചെയ്യുന്നതിനാണ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഈ റേഡിയോയിലും ടി വിയിലും അതുപോലെ തന്നെ എല്ലാ കമ്മ്യൂണിക്കേഷൻ ഡിവൈസിലും ഉപയോഗിക്കുന്ന വേറൊരു ഫിൽറ്ററാണ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു റേഡിയോ ഒക്കെ ട്യൂൺ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാനൽസ് ഉണ്ട്. ഇപ്പോൾ റേഡിയോ മാംഗോ ഉണ്ട്, റെഡ് FM ഉണ്ട്, അതുപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാനൽസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറെൻറ്റ് ചാനൽസിൽ ചാനൽ എന്ന് പറയുന്നത് അത് ഏത് ഫ്രീക്വൻസിയിലാണ് മോഡുലേറ്റ് ചെയ്യുന്നത് ആ ഫ്രീക്വൻസിനെയാണ് ഡിഫറെൻറ്റ് ചാനൽ എന്ന് പറയുന്നത്. ഇപ്പം 91.9 റേഡിയോ മാംഗോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 91.9 മെഗാ ഹെഡ്സിലായിരിക്കും അതിൻ്റെ കരിയർ ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ കരിയർ ഫ്രീക്വൻസിയിലായിരിക്കും നമ്മൾ മെസ്സേജ് എംബഡ് ചെയ്ത് വിടുന്നത്. ഓക്കെ, നമ്മുടെ ആക്ച്വലായിട്ടുള്ള സൗണ്ട് സിഗ്നൽസൊക്കെ എംബഡ് ചെയ്ത് വിടുന്നത് 91.9 മെഗാ ഹെഡ്സ് ഉള്ള കരിയർ ഫ്രീക്വൻസിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ നെക്സ്റ്റ് ഫ്രീക്വൻസി, ഇപ്പം നെക്സ്റ്റ് ബാൻഡിന് അലോട്ട് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി ഇപ്പോൾ 93.5 അല്ലെങ്കിൽ 94.3 റെഡ് FM ക്ലബ് FM അങ്ങനത്തെ ചാനലിന് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിസീവർ എൻഡിൽ നമ്മൾ ആൻറ്റിനെ പിടിച്ചെടുക്കുന്നത് ഈ ഫ്രീക്വൻസി എല്ലാം തന്നെ പിടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം തന്നെ അലോ ടു ഫ്ലോ ടു ദി റിസീവർ എൻഡ്. അപ്പം അതിനെ ഇനി ഓരോന്നായിട്ട് തിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഇപ്പോൾ 91.9 നമ്മൾ കരിയർ ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് അലോ ചെയ്യാമുള്ളൂ. ബാക്കി എല്ലാവരും അലോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർഫറൻസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ചാനൽസ് കയറി വരുന്ന ഒരു ഫീലിങ്സ് ഒക്കെ നമുക്കുണ്ടാവും. അപ്പം ആ പർട്ടിക്കുലർ ബാൻഡിനെ മാത്രം 91.9 മാത്രം കടത്തി വിടാനായിട്ട് നമ്മളൊരു ഫിൽറ്റർ സർക്യൂട്ട് വേണം. അപ്പോൾ അതിനെയാണ് നമ്മൾ ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ദെൻ വി ക്യാൻ ഹാവ് ബാൻഡ് റിജക്റ്റ് ഫിൽറ്റർ ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ. ബാൻഡ് റിജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ബാൻഡിനെ മാത്രം റിജക്റ്റ് ചെയ്യുന്ന ഫിൽറ്റർ സർക്യൂട്ടാണ്. നമ്മളിത് ഓരോന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള റെസ്പോൺസ് കർവ്, ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് നമ്മൾ വരയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ബെറ്റർ ഐഡിയ ഉണ്ടാവും. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഗോ ഫോർ ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ ഈ ലോ പാസ് ഫിൽറ്റർ ഓപ്പാം പാസ് ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ ഇത് രണ്ട് ടൈപ്പിൽ നമ്മൾ ആംപ്ലിഫയർ സർക്യൂട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് ടൈപ്പിൽ നമുക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇൻവെർട്ടിംഗ് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നോൺ ഇൻവെർട്ടിംഗ് ടൈപ്പ് ഫിൽറ്റർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം. ഇനി ആദ്യം ഞാനൊരു ഇൻവെർട്ടിംഗ് ടൈപ്പ് ഫിൽറ്റർ സർക്യൂട്ടാണെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ വെച്ചിട്ടുള്ള ഇൻവെർട്ടിംഗ്, ഐ ഹാവ് ആൻ ഇൻവെർട്ടിംഗ് LPF, ഇൻവെർട്ടിംഗ് ടൈപ്പ് LPF ആണെങ്കിൽ നമുക്കൊരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഉണ്ടാവും. വി ക്യാൻ ഹാവ് ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. സോ initially I can explain non-inverting, then we can explain inverting. സോ ദിസ് ഈസ് ആൻ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ. അപ്പോൾ ഇൻവെർട്ടിംഗ് ലോ പാസ് ഫിൽറ്ററാണ് ഇതെന്ന് പറയുന്നത്. അതിനകത്ത് ഇത്രയും സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ് അല്ലേ. ഇത്രയും സെഷൻ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. കാരണം എന്താ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയാൻ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലാണ്. സോ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇത്രയും സെഷൻ എന്ന് പറഞ്ഞാൽ ഈസ് നത്തിങ് ബട്ട് എ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. അപ്പോൾ ഇതിൻ്റെ ഫിൽറ്ററിങ് സെഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇത്രയാണ് എനിക്ക് ഫിൽറ്ററിങ് സെഷനുള്ളൂ.
So this is my LPF, low pass filter circuit. Okay, അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫിൽട്ടർ സർക്യൂട്ട് ഉള്ളൂ. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഒരു ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നതാണ് ഒരു നോൺ ഇൻവേർട്ടിംഗ് ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയാണ് ഈ ലോ പാസ് ഫിൽട്ടർ ഉള്ളൂ. അപ്പം ഈ ലോ പാസ് ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ഈ ആർ വാല്യൂം ഈ സി വാല്യൂ ഒക്കെയാണ്. അപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പം LPFൻ്റെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുമ്പം നമുക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു ഐഡിയൽ റെസ്പോൺസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ദിസ് ഈസ് ഫ്രീക്വൻസി വേഴ്സസ് ഗെയിൻ കർവ്, frequency versus gain curve, and this frequency is the cutoff frequency FC, cutoff frequency. അപ്പോൾ ഒരു കട്ട് 0 to ഒരു കട്ടോഫ് ഫ്രീക്വൻസി വരെയാണ് ഇതിന് ഗെയിൻ ഉണ്ടാവുകയുള്ളൂ. we can say that some gain is there, AF is there. After the cutoff frequency the output voltage will be 0 because the gain should be 0 at that. ഇതെന്ന് പറയുന്ന ഒരു ഐഡിയൽ റെസ്പോൺസ് ആണ്. ഇങ്ങനെ ഒരിക്കലും നമുക്കൊരു ഫിൽട്ടർ റെസ്പോൺസ് പ്രാക്ടിക്കലി ഇങ്ങനെ ഒരു ഫിൽട്ടർ സർക്യൂട്ട് ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. ഓക്കെ, നമുക്ക് എന്താണ് പ്രാക്ടിക്കലി കിട്ടുന്നത്? പ്രാക്ടിക്കലി കിട്ടാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ദിസ് ഈസ് ആൻ ഐഡിയ, ദിസ് ഈസ് എ പ്രാക്ടിക്കൽ റെസ്പോൺസ്. ഓക്കെ, പ്രാക്ടിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മളൊരു ലോ പാസ് ഫിൽറ്ററൊക്കെ നമ്മൾ ലാബിൽ നിങ്ങൾ പലരും തന്നെ ഇലക്ട്രോണിക്സ് ലാബിൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റെസ്പോൺസ് ഇതുപോലെയൊരു റെസ്പോൺസ് ആയിരിക്കും. യു വിൽ നോട്ട് ഗെറ്റ് എ ഫ്ലാറ്റ് റെസ്പോൺസ് ലൈക്ക് ദിസ്. ദിസ് ഈസ് ഇൻ ഐഡിയൽ കേസ്, ദിസ് ഈസ് ഓൺലി ഇൻ ഐഡിയൽ കേസ്. സോ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇത്രയും സെഷനാണ് ലോ പാസ് ഫിൽറ്ററിങ് സർക്യൂട്ടുള്ളൂ. ഇത്രയും എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിഫിക്കേഷൻ സ്റ്റേജ് മാത്രമാണുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു നോൺ ഇൻവേർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് സെഷനിൽ ഒരു ലോ പാസ് ഫിൽറ്റർ വെച്ചിട്ട് RC ഫിൽറ്റർ സർക്യൂട്ട് വെച്ചിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് സെഷനിൽ നെക്സ്റ്റ് സെഷനിൽ നമ്മളൊരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വയ്ക്കുന്ന ഒരു ആംപ്ലിഫയറാണ് നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഫിൽറ്ററിങ് സർക്യൂട്ട് ആക്ച്വലി എന്ന് പറയുന്നത് ഇത്രയുള്ള അതിൻ്റെ ഫിൽറ്ററിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഹാവ് RC and this voltage, let this voltage is VA. ഈ വോൾട്ടേജ് VA ആയിട്ട് പറയുകയാണ്. ദിസ് ഈസ് VIN. സോ VA വോൾട്ടേജിനെയാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് അല്ലേ. V0 ഈസ് നത്തിങ് ബട്ട് 1 + RF ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു VA. കൺസിഡർ ദിസ് വോൾട്ടേജ് ഇസ് VA. ഇവിടെ വരുന്ന വോൾട്ടേജ് VA ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് ലോ പാസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മേളിൽ പറഞ്ഞു ഇതൊരു ഇൻ്റഗ്രേറ്ററാണ്. ഇൻ്റഗ്രേറ്റർ ക്യാൻ ബി ആക്ട് ആസ് എ ലോ പാസ് ഫിൽറ്റർ എന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടുമാണ്, ഒരു ലോ പാസ് ഫിൽറ്ററുമാണ്. ലോ പാസ് സർക്യൂട്ട് ഈസ് ഓൾസോ ആൻ ഇൻ്റഗ്രേറ്റർ. ഇത് ഇൻ്റർവ്യൂവിനൊക്കെ വൈവയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ലോ പാസ് ഫിൽറ്റർ എന്തായിട്ടാണ് വർക്ക് ചെയ്യുക? ഇൻ്റഗ്രേറ്റർ ആയിട്ടാണോ, ഡിഫറൻഷ്യേറ്റർ ആയിട്ടാണോ, അത് ലോഗരിതമാണോ ആൻറ്റി ലോഗരിതമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ലോ പാസ് ഫിൽറ്റർ ഇൻ്റഗ്രേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ ഇൻ്റഗ്രേറ്റർ ലോ പാസ് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക? നമുക്കറിയാം, നമുക്ക് ഒരു കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് 1/ωc ആണ്. നമുക്കൊരു ജസ്റ്റ് ഒരു കപ്പാസിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന റിയാക്റ്റൻസ്, വാട്ട് ഈസ് റിയാക്റ്റൻസ്? X is nothing but the reactance offered by the capacitance. എന്താണ് റിയാക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ടു AC സിഗ്നലിന് അല്ലെങ്കിൽ നമ്മളൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കപ്പാസിറ്റർ സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ടു ദ കറൻ്റാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ റെസിസ്റ്റൻസ് ടു കറൻറ്റിനെയാണ് നമ്മൾ ഇപ്പം റെസിസ്റ്റർ ആണെങ്കിൽ, നമ്മളൊരു പ്യുവർ റെസിസ്റ്റർ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇൻപുട്ട് ഫ്രീക്വൻസി. ഇൻപുട്ട് ഫ്രീക്വൻസിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഒരു പർട്ടിക്കുലർ റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു പ്യുവർ ആയിട്ടുള്ള 1 kilo ohm റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിപ്പോൾ DC യിലാണെങ്കിലും
അത് 1 കിലോ ഓം തന്നെയായിരിക്കും. എ സിയിലാണെങ്കിലും 1 കിലോ ഓം ആയിരിക്കും. എ സി 50 ഹെർട്സിലും 100 ഹെർട്സിലും 1 കിലോ ഹെർട്സിലും 10 കിലോ ഹെർട്സിലൊക്കെ ഇത് പ്യുവറായിട്ട് അത് ഇപ്പോൾ 1 കിലോ ഓം ആണെങ്കിൽ 1 കിലോ ഓം തന്നെയായിരിക്കും. ബട്ട് കപ്പാസിറ്ററിനെ അല്ലെങ്കിൽ ഇൻഡക്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിയാക്റ്റൻസും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഓക്കെ, അത് ഡി സിക്ക് ഒരു റിയാക്റ്റൻസ് ആയിരിക്കും, എ സിക്ക് ഒരു റിയാക്റ്റൻസ് ആയിരിക്കും, എ സിയുടെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിക്കും ഒരു റിയാക്റ്റൻസ് ആയിരിക്കും. റിയാക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദിസ് ഡിവൈസ്. അപ്പം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് റിയാക്റ്റൻസ് ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു 1/ωc ആണ്. 1/ω വേർ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ ഫ്രീക്വൻസിയാണ്. ഒമേഗ ഈസ് നത്തിങ് ബട്ട് ആംഗുലർ ഫ്രീക്വൻസി. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1/2πf. സോ 1/2πf അല്ല, 2πf. ആണ് angular frequency, where f is the frequency. Omega is the angular frequency, f is the input frequency. Okay, so the xc is inversely proportional to, where xc is inversely proportional to omega, angular frequency. That means if omega increases, xc decreases. ഒമേഗ ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ് സി ഡിക്രീസ് ചെയ്യും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കപ്പാസിറ്റർ ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിനെ കടത്തിവിടും. ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിന് അതിൻ്റെ റെസിസ്റ്റൻസ് വിൽ ബി 0 ആയിരിക്കും. 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ആയിരിക്കും. ലോ ഫ്രീക്വൻസിയിൽ അതിൻ്റെ അത് കടത്തിവിടില്ല. അതിലൂടെയുള്ള കറണ്ട് വളരെ കുറവായിരിക്കും. കാരണം എന്താ? അതിൻ്റെ റിയാക്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ഇവിടെ നോക്കുക, നമ്മൾ ഫ്രീക്വൻസി കൂട്ടിക്കഴിയുമ്പം റിയാക്റ്റൻസ് കുറയും. റിയാക്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിലൂടെയുള്ള കറണ്ട്, കൺസിഡർ ദ കറണ്ട് വിൽ ബി ഇൻക്രീസസ്. ഓക്കെ, so the frequency increases, reactance reduces. From this equation you can see that from this equation the reactance reduces, that means the current will be increases. Reactance എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയാണ്. റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് അതിലൂടെയുള്ള കൂടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള കോമ്പണൻസിനെ ഒരു കപ്പാസിറ്റർ ഈസിലി കപ്പിൾ ചെയ്ത് വിടും. ഈസിലി കപ്പിൾ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെയുള്ള കറണ്ട് വളരെ കൂടുതലായിരിക്കും. we can be say that it can be act as a closed switch അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഹൈ ഫ്രീക്വൻസിനെ ഈ കപ്പാസിറ്റർ വർക്ക് ചെയ്യും. അതായത് അതിലൂടെ ലാർജ് കറണ്ട്, അതിന് റിയാക്റ്റൻസ് വളരെ 0 ആയിരിക്കും വെൻ ഫ്രീക്വൻസി വളരെ കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഫ്രീക്വൻസി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലോ റിയാക്റ്റൻസ് വളരെ കൂടുതലായിരിക്കും, കറണ്ട് വളരെ കുറവായിരിക്കും. ഓക്കെ, സോ വെൻ വി ക്യാൻ സീ ദിസ് സർക്യൂട്ട്, ദ ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജിനെയാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ടിൽ കിട്ടാനായിട്ട് പോകുന്നത്. സോ ഈ വോൾട്ടേജ് ഇൻപുട്ടിനനുസരിച്ച് ഈ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജും കൂടും. ഈ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. ഓക്കെ, വാട്ട് വിൽ ബി ദിസ് വോൾട്ടേജ്? This VA voltage is nothing but Vin into XC divided by R plus XC, where XC is the reactance offered by the capacitor. So ഈ കപ്പാസിറ്ററിന് പകരം നമുക്ക് XC എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്ററാക്കി നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. വാട്ട് ഈസ് ദിസ് വോൾട്ടേജ്? ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ റിയാക്റ്റൻസ് പ്ലസ് ദ ടോട്ടൽ റിയാക്റ്റൻസ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഇതിലൂടെയുള്ള ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. നമ്മളത് കണ്ടതാണ്, എങ്ങനെയാണ് കണ്ടതെന്ന്. 1-2 പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത്. ദാറ്റ് മീൻസ് ഇതിലൂടെയുള്ള കറണ്ട്, ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഈ 2 റിയാക്റ്റൻസ്, ഇവിടെ 2 റിയാക്റ്റൻസ് റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇതിന് പകരം ഒരു റെസിസ്റ്റർ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ R1 എന്ന് പറഞ്ഞ റെസിസ്റ്റർ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? R plus R1 ആണ് ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Vin ഡിവൈഡഡ് ബൈ R പ്ലസ് ദിസ് R1 ആണ് ഇതിലൂടെയുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് ഇൻറ്റു ദിസ് റെസിസ്റ്റൻസ് ആണ്. സോ ദിസ്
ഐ ഇൻറ്റു ദിസ് R1 ആണ് ഇതിലൂടെയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ശരിക്കും വോൾട്ടേജ് കിട്ടുക? വി ഇൻ മൾട്ടിപ്ലൈഡ് ബൈ ദിസ് R1 ബൈ ദ ടോട്ടൽ റെസിസ്റ്റൻസ് R+R1 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ സർക്യൂട്ടിൽ നമ്മൾ എക്സ് സി ആണ് ഇതിൻ്റെ റിയാക്റ്റൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് വി എ ഈസ് നത്തിങ് ബട്ട് വി ഇൻ എക്സ് സി divided by R plus XC. You will get this equation. ഞാൻ പറഞ്ഞു എക്സ് സി എന്ന് പറഞ്ഞാൽ ഈ പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ടുള്ളൊരു എലമെൻ്റ് അല്ല, അതിന് സം ഫേസ് ഡിലേ ഉണ്ട്, അപ്പോൾ ആ ഫേസ് ഡിലേ എന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ ആക്സിസും ഇമാജിനറി ആക്സിസും, നമ്മളിത് റെസിസ്റ്ററും കപ്പാസിറ്റർ ഇൻഡക്ടറിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും കറണ്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമുക്കൊരു ഫേസ് ചേഞ്ചോടെ ഉള്ള കാരണം നമ്മൾ ജെ എക്സ് സി ഈസ് ഈക്വൽ ടു 1 ജെ ഒമേഗ സി എന്നാണ് പറയുന്നത്. നമുക്കറിയാം എക്സ് സി ഈസ് ഈക്വൽ ടു 1 ω c ആയിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. എക്സ് സി ഈസ് ഈക്വൽ ടു 1 ω c ആയിരുന്നു. സോ ജെ എക്സ് സി ഈസ് നത്തിങ് ബട്ട് 1 j ω c. വി നോ ദാറ്റ് ദിസ് ജെ ആൻഡ് ജെ മൾട്ടിപ്ലൈഡ് ജെ സ്ക്വയർ ഈസ് ഈക്വൽ ടു -1 ഇമാജിനറി ആണ്, അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. സോ എക്സ് സി ഈസ് ഈക്വൽ ടു 1 ω c. സോ I can put jxc is equal to 1 j omega c. നിങ്ങൾക്ക് എക്സ് സി ആയിട്ട് തന്നെ എടുത്താലും കുഴപ്പമില്ല. സോ you will get VA by V in, that is the gain of the circuit is nothing but XC divided by R plus jXC. Okay, then we can find out the modulus of the gain. Modulus of the gain is nothing but എല്ലാ വാല്യൂവിൻ്റെ സ്ക്വയർ എടുക്കുക. സോ യു വിൽ ഗെറ്റ് 1 j omega c R plus 1 j omega c. So ഞാനൊരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തു ഇതിനകത്ത്. സോ യു ക്യാൻ സേ ഇറ്റ് ലൈക്ക് ദിസ്. jxc 1 j omega c j omega c R j omega c, and it is multiplied by j omega c. So these two are cancelled. So we will get VA by V in as 1 plus R C j omega. So you can take the modulus VA by V in here we can also known as initially ഞാൻ പറഞ്ഞു ഒമേഗ എഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒമേഗ സി is nothing but the cutoff frequency, and this cutoff frequency is nothing but 1 by just nothing omega c, and omega c is nothing but 1 by RC. ഞാൻ ഇവിടെ എഴുതാം. Okay, so the omega c is the cutoff frequency, and this omega
this omega is the input angular frequency, so we can say that the gain is equal to, where omega is the input angular frequency. Okay, omega is the input angular frequency. So ഇത് ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാവും ഒമേഗ സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ്. ഇപ്പം കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും വാല്യൂ, ഈ ഒമേഗ നമ്മൾ ഇത് ചെയ്യുന്ന സബ്സ്ക്രിപ്റ്റ് സി ആട്ടോ, ഞാൻ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ് ഒമേഗ സി എന്ന് എഴുതിയത്. ഒമേഗ ഇൻറ്റു സി അല്ല, ഒമേഗ സി ആണ്. ഒമേഗ സി ഇസ് ഈക്വൽ ടു 1/RC ആണ്. വേർ 1/RC എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും കപ്പാസിറ്റൻ്റെ വാല്യൂസിനെ അത് ഡിപ്പെൻഡ് ചെയ്യും. അത് എവിടെ വെച്ചിട്ട് കട്ട് ഓഫ് ചെയ്യണം. ഇപ്പം നമ്മൾ ലോ പാസ് ഫിൽറ്റർ ആണെങ്കിൽ ഇതാണ് എൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി, എവിടെ വെച്ചിട്ട് അതിൻ്റെ കട്ട് ഓഫ് ചെയ്യണം, ഫ്രീക്വൻസിനെ കട്ട് ഓഫ്, ഗെയിനിനെ കട്ട് ഓഫ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഫ്രീക്വൻസിയാണ് ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അത് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു വാല്യൂ ആണ്. ആർ സിയും കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നിടത്തോളം കാലം കട്ട് ഓഫ് ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ഫ്രം ദിസ് ഒമേഗ ബൈ ഒമേഗ സി ആണ്, ഒമേഗ സി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത്, ഈ ഗെയിൻ എന്ന് പറയുന്നത് 1/ഒമേഗയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, 1/ഒമേഗ എന്ന് പറയുന്നത് ഇതൊരു കോൺസ്റ്റൻ്റ് ആയ കാരണം 1/ഒമേഗ വാല്യൂ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒമേഗ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിൻ കുറയും. ഓക്കെ, അപ്പോൾ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസിനേക്കാളും വളരെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിൻ വളരെയേറെ കുറയും. ഈ VA/V എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ദറ്റ് RC സർക്യൂട്ടാണ്, RC സർക്യൂട്ടിൻ്റെ ഗെയിനാണ്. ഇനി ഒമേഗ വളരെ കുറവാണെങ്കിലോ, ഒമേഗ കട്ട് ഓഫ് ഫ്രീക്വൻസിനേക്കാളും വളരെ കുറവാണെങ്കിലോ ഈ നമുക്ക് ഗെയിൻ എന്ന് പറയുന്നത് 1ൻ്റെ അടുത്ത് തന്നെ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഫ്രം ദിസ് ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾ ഈ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് റിയലൈസ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കുക. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കും ഇതിനകത്ത് ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്, ഈ സർക്യൂട്ടിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ആണ്. പ്രൊവൈഡഡ് നമ്മളൊരു കട്ട് ഓഫ് ഫ്രീക്വൻസിനേക്കാളും കൂടുതലൊരു ഇൻപുട്ട് ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഗെയിൻ എന്ന് പറയുന്നത് വളരെയേറെ കുറയും. ഓക്കെ, കാരണം എന്താ, ഇത് നിങ്ങൾ ആ ഇക്വേഷൻ കണ്ടില്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. കാരണം എന്താണ്, ഇതിനകത്തേക്കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നത്തിങ് ബട്ട് I ഇൻറ്റു XC ആണ് അല്ലേ. കൺസിഡർ ദിസ് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് ആൻഡ് I ഇൻറ്റു XC ആണ്, IXC ആണ് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത്, IXC ആണ് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത്. നമ്മൾ ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ എന്താണ് സംഭവിക്കുക, ഹൈ ഫ്രീക്വൻസി ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ ഹൈ ഫ്രീക്വൻസി കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹൈ ഫ്രീക്വൻസി കൊടുത്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക, ഇപ്പോൾ ഹൈ വോൾട്ടേജ്, ഈ ഹൈ ഫ്രീക്വൻസി ചേഞ്ച് അത് കപ്പിൾ ചെയ്ത് കളയും. അപ്പോൾ എന്താണ് സംഭവിക്കുക, XC എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ XC ഷുഡ് ബി ഓൾമോസ്റ്റ് 0 for high frequency. So the output voltage will be 0 voltage. This voltage will be 0 voltage. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ അതിനെ മൊത്തം കപ്പിൾ ചെയ്ത് കളയും. ദാറ്റ് മീൻസ് ഈ XC ഷുഡ് ബി ഓൾമോസ്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 0 വോൾട്ടേജ് ആയിരിക്കും. കാരണം ഇവിടെ എന്ന് പറയുന്നത് ഒരു കണ്ടക്റ്റിംഗ് ലൈനെ ക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് എടുക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് കിട്ടുക. സോ ഇത് മൊത്തം ഗ്രൗണ്ടിലേക്ക് പോകും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആവും. ഇനി ലോ ഫ്രീക്വൻസി ആണെങ്കിലോ XC ഈസ് എ ലാർജ് വാല്യൂ. XC ലാർജ് വാല്യൂ ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജും നമുക്ക് I ഇൻറ്റു XC ആയാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. So this is how this this RC circuit can be act as a low pass filter. Okay, clear. ഇനി നമുക്ക് കട്ട് ഓഫ് ഫ്രീക്വൻസി വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് ഇത് ജസ്റ്റ് നിങ്ങൾ ലോ പാസ് ഫിൽറ്റർ നോക്കിക്കൊണ്ട് വരിക. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഫൈൻ. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ലോ പാസ് ഫിൽറ്ററുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുക. നിങ്ങൾ വാട്സപ്പിലായിട്ട് മെസ്സേജ് ചെയ്യും. ഓക്കെ.